ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൾട്ടി സ്റ്റാർ സിനിമ പേട്രിയറ്റ് ഇന്ന് തിയേറ്ററിലെത്തി ആദ്യ ഷോ ഇപ്പം ഉച്ചയ്ക്ക് 12 മണിയോടെ പൂർത്തിയായിരിക്കുകയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ഇന്ദ്രൻസ്, രേവതി, ദർശന, രാജേന്ദ്രൻ, രാജീവ് മേനോൻ എന്നിങ്ങനെ മലയാള സിനിമയിലെയും ഇന്ത്യൻ സിനിമയിലെയും ചെറുതും വലുതുമായ ഒട്ടനവധി താരങ്ങൾ ഈ സിനിമയിലുണ്ട്. സംവിധായകൻ മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവരാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് മനൂഷ് നന്ദനാണ്. സംവിധായകൻ മഹേഷ് നാരായണൻ, രാഹുൽ രാധാകൃഷ്ണൻ എന്നിങ്ങനെ രണ്ടുപേരാണ് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സുഷിൻ ശ്യാമാണ്. 3 മണിക്കൂർ 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ സിനിമയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ ആരംഭിച്ചത് രാവിലെ 9:15-നാണ്. കേരളത്തിന് പുറമെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും GCC ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഓവർസീസ് രാജ്യങ്ങളിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള സ്ക്രീൻ കൗണ്ടും അതുപോലെ തന്നെ പ്രീസെയിൽ കളക്ഷനുമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സിനിമയുടെ ഫൈനൽ പ്രീസെയിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ 5,65 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 85 ലക്ഷം പ്രീസെയിൽ നേടിയ ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 80 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,65 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇന്ത്യൻ പ്രീസെയിലായി നേടിയെടുത്തിട്ടുള്ളത് 7,30 ലക്ഷം രൂപയാണ്. GCCയിൽ നിന്ന് $8 ലക്ഷം, അതായത് 7,50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓവർസീസ് പ്രീസെയിലായി $1.4 മില്യൺ, അതായത് 13,30 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് പ്രീസെയിൽ ഓപ്പണിംഗ് നേടിയെടുത്തിരിക്കുന്നത് 20,60 ലക്ഷം രൂപയാണ്. ആദ്യ ദിവസത്തെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ ഓഡിറ്റിംഗ് വരുമ്പോൾ എന്തായാലും വേൾഡ് വൈഡ് പ്രീസെയിൽ 21 കോടിക്ക് മുകളിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് ശേഷം പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലേക്ക് വന്നാൽ മഹേഷ് നാരായണന്റെ വളരെ നല്ല മേക്കിംഗ്, മികച്ച സാങ്കേതിക മേന്മ എന്നിങ്ങനെ വളരെ മികച്ചൊരു ക്ലാസ് മൂവി ആയിട്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ പകുതി നിറഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. തികച്ചും നാടകീയത നിറഞ്ഞ ആകർഷകമായ കഥാപറച്ചിലാണ് ആദ്യ പകുതി. നല്ല പഞ്ചോടെ തന്നെ ഇടവേള കൊണ്ട് നിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും മോഹൻലാലിന്റെ വരവ് രണ്ടാം പകുതി തന്നെയാണ്. എങ്കിലും സിനിമയിൽ പ്രാമുഖ്യം മമ്മൂട്ടിക്ക് തന്നെയാണ്. വമ്പൻ മാസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക്, പ്രത്യേക ഫാൻസ് ഉൾപ്പെടെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്ന് സംശയവുമുണ്ട്. വളരെ സാമ്പത്തിക ബാധ്യതയുള്ള ഏകദേശം 100-125 കോടിയിൽ ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. പാട്രിയറ്റിന്റെ വരവോടെ വാഴ 2 ഉൾപ്പെടെയുള്ള വിവിധ സിനിമകളുടെ കേരളത്തിലെ തിയേറ്ററുകളുടെ എണ്ണത്തിലും കളക്ഷന്റെ കാര്യത്തിലും ഇടിവ് വന്നിട്ടുണ്ട്. അതേസമയം സിനിമയ്ക്ക് തെലുങ്കിൽ ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്താനാവുന്നുണ്ട്. 29-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 67 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 126,80 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 232.5-233 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം ഒഫീഷ്യലായി ഈ സിനിമയുടെ OTT റിലീസിംഗ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി അടുത്ത വാരം, അതായത് മെയ് 8-നാണ് വാഴ 2-ന്റെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമ 21-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 66,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 21 ദിവസം കൊണ്ട് കേരളത്തിൽ 24,60 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 40 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പേട്രിയറ്റിന്റെ റിലീസിംഗ് ഇന്ന് മുതൽ ഈ സിനിമകൾക്കൊക്കെ വളരെ നിർണായകമായിരിക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പേട്രിയറ്റ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.